യൂറോപ്പിൽ ഹമാസിന്റെ വൻ ഭീകര ശൃംഖല. ആക്രമണ ശ്രമങ്ങൾ തകർത്തതായി ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് അവകാശപ്പെട്ടു. ഓസ്ട്രിയയിലെ വീനയിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ ഹമാസിന്റെ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും മൊസാദ് പിടിച്ചെടുത്തത്. യൂറോപ്പിൽ ഹമാസിന്റെ വൻ ഭീകര ശൃംഖല പ്രവർത്തിച്ചിരുന്നതായി ഇസ്രായേൽ ചാരസംഘടന മൊസാദ് ഹമാസ് ബന്ധമുള്ളവരെ യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തതെന്നും ആയുധങ്ങൾ കണ്ടെത്തിയെന്നും മൊസാദ് പ്രസ്താവനയിൽ പറഞ്ഞു. ഇസ്രായേൽ പൗരന്മാരെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണ ശ്രമങ്ങളും ചെറുത്തു. ജർമ്മനി, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് റെയ്ഡുകൾ നടന്നു. സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്കായി സംഭരിച്ചിരുന്ന സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പിടിച്ചെടുത്തു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓസ്ട്രേലിയയിലെ വിയന്നയിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തതോടെയാണ് ഹമാസിന്റെ ഭീകരശൃംഖല സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചത്. വിയന്നയിൽ കണ്ടെത്തിയ ആയുധങ്ങൾ ഹമാസ് ബന്ധമുള്ള മുഹമ്മദ് നെയ്മിന്റേതായിരുന്നു. ഹമാസ് പോളിറ്റ് ബ്യൂറോയിലെ മുതിർന്ന അംഗമായ ബസോം നയീമിന്റെ മകനാണ് മുഹമ്മദ് നെയ്ം. തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് ജർമ്മനി, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ പരിശോധന നടന്നത്. സെപ്റ്റംബറിൽ മുഹമ്മദ് നയീം പിതാവുമായി ഖത്തറിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന് മൊസാദ് പറയുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് യൂറോപ്പിലെ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഹമാസ് നേതൃത്വം അനുമതി നൽകിയെന്നും ഖത്തറിലാണ് ആസൂത്രണം നടന്നതെന്നും മൊസാദ് പറയുന്നു. ഭീകരപ്രവർത്തനത്തിന് തുർക്കിയിൽ നിന്ന് ഹമാസിന് സഹായം ലഭിക്കുന്നതായും മൊസാദ് അവകാശപ്പെടുന്നു. ആരോപണങ്ങൾ ഹമാസ് നിഷേധിച്ചു. 2024 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ നടന്ന ആക്രമണത്തിന് ശേഷമാണ് യൂറോപ്പിലെ പ്രവർത്തനങ്ങൾ ഹമാസ് ശക്തമാക്കിയതെന്നും മൊസാദ് പറഞ്ഞു. അതേസമയം ബെയ്റൂട്ടിൽ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡറും ചീഫ് ഓഫ് സ്റ്റാഫുമായ ഹെയ്തം തബാതബിയെയാണെന്ന് റിപ്പോർട്ട്. ബെയ്റൂട്ട് നഗരത്തിൽ നടന്ന ആക്രമണം ഹെയ്തമിനെ മാത്രം ലക്ഷ്യമിട്ടതാണെന്ന് രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ബെയ്റൂട്ടിൽ ഞായറാഴ്ച നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചിരുന്നു. ഹിസ്ബുള്ളയുടെ പുനർസംഘടനയ്ക്ക് നേതൃത്വം നൽകിയ നേതാവാണ് ഹെയ്തം എന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. നയീം ഖാസിമിന് ശേഷം ഹിസ്ബുള്ളയുടെ ഉന്നത പദവിയിലെത്തുന്ന രണ്ടാമത്തെ കമാൻഡറാണ് ഹെയ്തം. അതേസമയം ഹെയ്തമിനെ ഉന്നമിട്ട് നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. ഒരു പ്രധാന വ്യക്തിയെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്നും അതിന്റെ അനന്തരഫലം അറിയില്ലെന്നും ഹിസ്ബുള്ളയുടെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് AFP റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 21 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ലെബനൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. ലെബനനിൽ ഹിസ്ബുള്ളയെ പുനർസംഘടിപ്പിക്കുന്നത് തടയാൻ ഇസ്രായേൽ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ഇസ്രായേലിന് നേരെയുള്ള ഏത് ഭീഷണി തടയാനും തങ്ങൾ ശക്തമായി പ്രവർത്തിക്കുമെന്നും ഇസ്രായേലിനെതിരെ ഉയരുന്ന ഏത് കൈയും വെട്ടിക്കളയുമെന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഖട്സും വ്യക്തമാക്കിയിട്ടുണ്ട്.